അല്ലെങ്കിൽ താങ്കളുടെ ചിന്തയിൽ പുതുതായി കടന്നു വന്നതോ ഒന്നുമല്ല. ഇത് താങ്കൾക്ക് പോലും അറിയാത്ത സംഗതികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അപാരമായ കഴിവ് കൊണ്ട് അവന്റെ മഹത്തായ പദ്ധതി കൊണ്ട് അങ്ങേക്ക് എത്തിച്ചു തരുന്നതാണ് എന്ന് വീണ്ടും ഇവിടെ സൂചിപ്പിക്കുകയാണ്. അങ്ങനെ മലക്കുകൾ വീണ്ടും മറിയമിന്റെ അടുക്കിലേക്ക് കടന്നു വന്നിട്ട് പറയുകയാണ്, യാ മറിയം, അല്ലയോ മറിയമേ, ഇന്നല്ലാഹ യുബശ്ശിറുകി ബികലിമത്തിൻ മിൻഹു. ഇതാ അല്ലാഹു അവനിൽ നിന്ന് ഒരു വചനം കൊണ്ട് താങ്കൾക്ക് സന്തോഷവാർത്ത അറിയിക്കുകയാണ്. ആ വചനം എന്താണെന്ന് അറിയുമോ? മിൻഹു, അല്ലാഹുവിൽ നിന്നുള്ള ഒരു പ്രത്യേക കൽപ്പനയോടെ വരാൻ പോകുന്ന വചനം. ഇസ്മുഹു അൽ മസീഹു ഈസ ബിൻ മറിയം. മറിയമിന്റെ പുത്രനായ മസീഹ് ഈസ, ഈസാ മസീഹ്, യേശു മിശിഹ എന്ന ഒരു കുഞ്ഞിനെ കുറിച്ചുള്ള സന്തോഷവാർത്ത ഇതാ അങ്ങേക്ക് താങ്കൾക്ക് അല്ലാഹു നൽകുകയാണ് എന്ന് മറിയമിനെ മലക്കുകൾ വന്നിട്ട് പറഞ്ഞു എന്നാണ് ഇവിടെ അല്ലാഹു സൂചിപ്പിക്കുന്നത്. സൂറത്ത് മറിയമിലും അതുപോലെ തന്നെ സൂറത്ത് അൽ ഖസസ് പോലെയുള്ള സൂറത്തുകളിലുമൊക്കെ ചെറിയൊരു വ്യത്യാസത്തോടു കൂടിയാണ് പറയുന്നത്. ജിബ്രീൽ അലൈഹിസ്സലാം മനുഷ്യരൂപം കൊണ്ട് മറിയമിന്റെ അടുക്കൽ വരുന്നു. അവർ വല്ലാതെ ഭയപ്പെടുന്നു, വല്ലാതെ പേടിക്കുന്നു. എന്നെ ഇതുവരെയും ഒരു പുരുഷനുമായി ഒരു ബന്ധവുമില്ലാതിരുന്ന ഈ മിഹ്റാബിലൂടെ ശുദ്ധയായി കഴിഞ്ഞിരിക്കുന്ന ആ വനിതയുടെ അടുക്കൽ ഒരു പുരുഷ രൂപത്തിൽ മലക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ അവരെ വല്ലാതെ ഭയപ്പെടുകയും അല്ലാഹുവോട് കാവൽ തേടുകയും ചെയ്തു എന്നാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അല്ലാഹുവിനോട് ഞാൻ താങ്കളുടെ ഉപദ്രവത്തിൽ നിന്ന് അഭയം തേടുന്നു എന്ന് പറയുമ്പോൾ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, ഞാൻ അല്ലാഹുവിന്റെ സത്യനിഷ്ഠാവാഹകനായ മലക്കാണ് എന്ന് പറയുകയും അങ്ങനെയാണ് ഈ സന്തോഷ വാർത്ത അറിയിച്ചത് എന്ന് നമുക്ക് അവിടെ കാണാൻ കഴിയും. എന്തായാലും ഈസ മറിയം ഗർഭിണിയാവുകയും ഈസ എന്ന പേരുള്ള യേശു എന്ന പേരുള്ള ഒരു കുഞ്ഞിനെ പ്രസവിക്കുകയും ചെയ്യും എന്നുള്ള സന്തോഷ വാർത്തയാണ് മലക്കുകളിലൂടെ മറിയമിനെ അറിയിക്കുന്നത്. ആ ഈസ ബിൻ മറിയമിന്റെ ചില സവിശേഷ ഗുണങ്ങളാണ് അവിടെ പറയുന്നത്. അദ്ദേഹം ഈ ദുനിയാവിൽ നല്ല അന്തസ്സുള്ള ഒരു വ്യക്തിയായിരിക്കും, നല്ല പ്രസന്ന മുഖമുള്ള ആ പ്രസന്ന വദനനായ ഒരു വ്യക്തിയായിരിക്കും. അതുപോലെ തന്നെ പരലോകത്തും പ്രകാരം അന്തസ്സുള്ള ഒരു വ്യക്തിയായിരിക്കും. അല്ലാഹുവിന്റെ ഏറ്റവും സമീപസ്ഥരുടെ കൂട്ടത്തിൽപ്പെട്ട ആളുമായിരിക്കും. അപ്പോൾ ഇവിടെ ഈസ അലൈഹിസ്സലാമയെ സംബന്ധിച്ചുള്ള ഒരു സന്തോഷ വാർത്തയാണ് അല്ലാഹു അറിയിക്കുന്നത്. ഇതിൽ വീണ്ടും അദ്ദേഹത്തെ കുറിച്ച് അല്ലാഹു പറയുകയാണ്, അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രത്യേകത അദ്ദേഹം കൊട്ടിലിൽ വെച്ച് തന്നെ സംസാരിക്കും എന്നതാണ്. അതുപോലെ തന്നെ പ്രായമായാലും ഇതുപോലെയുള്ള ഉപദേശങ്ങൾ നൽകും. അദ്ദേഹം സ്വാലിഹമായിരിക്കും. ഒരിക്കലും തന്നെ അല്ലാഹുവിനെ ധിക്കരിക്കുന്ന, അല്ലാഹുവിന്റെ കൽപ്പന പാലിക്കാതിരിക്കുന്ന, അല്ലാഹുവിന്റെ അടിമത്തത്തിൽ നിന്ന് അകന്നു പോകുന്ന ഒരു വ്യക്തിയായിരിക്കുകയില്ല ഈസ അലൈഹിസ്സലാം എന്നാണ് ഇവിടെ അല്ലാഹു സൂചിപ്പിക്കുന്നത്. ഇരിക്കട്ടെ, അങ്ങനെ അവർ പ്രാർത്ഥിക്കുന്നവർ പറയുകയാണ്, റബ്ബി, എന്റെ റബ്ബേ, എനിക്കെങ്ങനെയാണ് എന്നെ ഒരു പുരുഷൻ ഇന്നേ വരെ സ്പർശിച്ചിട്ടില്ലല്ലോ. അപ്പോൾ അല്ലാഹു പറഞ്ഞു, അതെ, അല്ലാഹു ഉദ്ദേശിക്കുന്നത് പോലെ അവരെ സൃഷ്ടിക്കുവാൻ കഴിയും. ഒരു പുരുഷ സമ്പർക്കമില്ലാതെ, ഒരു പിതാവില്ലാതെ തന്നെ ഒരു കുഞ്ഞ് ജനിക്കണമെന്ന് അല്ലാഹു ഉദ്ദേശിച്ചാൽ അതങ്ങനെ തന്നെ സംഭവിക്കും. ഇതാ
വേദഗ്രന്ഥവും ഇഞ്ചീൽ എന്നാൽ ഈസാ അലൈഹിസ്സലാമിന് അല്ലാഹു നൽകിയ വേദഗ്രന്ഥവുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. റസൂലൻ എന്നിട്ട് അദ്ദേഹത്തെ അല്ലാഹു ഒരു ദൂതനായി പ്രവാചകനായി കൊണ്ട് നിയോഗിക്കുന്നില്ല. ബനി ഇസ്രായീൽ ഇസ്രായേലിലേക്ക് അദ്ദേഹത്തെ പ്രവാചകനായി നിയോഗിക്കും. എന്നിട്ട് അദ്ദേഹം അവിടെ കടന്നു ചെന്നിട്ട് അദ്ദേഹം ആ ഇസ്രായേലിനോട് പറയും, ഇതാ ഞാൻ വന്നത് നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള ചില ആയത്തുകളുമായിട്ടാണ് എന്ന് ഈസാ അലൈഹിസ്സലാം അവരോട് പറയുന്നതാണ്. അപ്പോൾ ഇവിടെ ഇതുപോലെ ഈസാ അലൈഹിസ്സലാം അവിടെ നടത്തുന്ന ചില പ്രബോധനങ്ങളെ സംബന്ധിച്ചുള്ള വിവരണമാണ്. അപ്പോൾ ഇവിടെ സൂചിപ്പിച്ചു വരുന്നത് ഈസാ അലൈഹിസ്സലാമിനും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മാതാവായ മറിയമും ദിവ്യത്വത്തിലേക്ക് ഉയർത്തപ്പെടാൻ പറ്റിയ വ്യക്തികളല്ല എന്നും പൂർണ്ണമായും അല്ലാഹുവിന്റെ ദാസനും ദാസിയുമാണ് അവർ യഥാക്രമം എന്നുമാണ് ഇവിടെ ഈ ക്രിസ്തീയ സംഘത്തെ ബോധ്യപ്പെടുത്തുവാനായി അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെടുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഈ ബൈബിളും ഖുർആനും ഒരു താരതമ്യ പഠനത്തിന് വിധേയമാക്കുന്ന ഏതൊരു വ്യക്തിയും ഇതിന്റെ ഒരു പൂർണ്ണമായും ബൈബിളിലുള്ള വൈരുദ്ധ്യങ്ങളെ കുറിച്ച് ഖുർആനിനെ എത്രമാത്രം സത്യപ്പെടുത്തുന്നു എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ ഒരു ജ്ഞാനം ലഭിക്കും. ഇൻഷാ അല്ലാഹ് അത് സംബന്ധമായ ഒരു ചർച്ച അടുത്ത ആഴ്ച അല്ലാഹു ഇടയാക്കുകയാണെങ്കിൽ നമുക്ക് നടത്താം. കാര്യങ്ങൾ നന്നായി ഗ്രഹിക്കുവാനും അത് ഉൾക്കൊണ്ട് ജീവിക്കുവാനും രാജാതിരാജനായ അല്ലാഹു നമുക്കെല്ലാവർക്കും സൗഭാഗ്യം ശാസ്ത്രീയമാകട്ടെ. കാര്യങ്ങൾ മനസ്സിലാക്കി അല്ലാഹുവിന്റെ വിശുദ്ധദാസന്മാർ